ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബാൽക്കണിയിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണല്ലോ എപ്പോഴും നിങ്ങൾ കണ്ടിൻ്റെ വെറുപ്പിക്കലായത്. ഇപ്പം ഇന്ന് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടോ, അവിടെ ഉണ്ടെങ്കിൽ ഇതുപോലെ നെറ്റുള്ള തുറന്നിട്ട സ്ഥലം. അപ്പോൾ എനിക്ക് എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതുപോലെ ജോലിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇനി അടുക്കളയിൽ വെറുപ്പിക്കലാവും എന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ ഒന്ന് ചേഞ്ചിനായി കാണിച്ചു തന്നെന്നുള്ളൂ. ഇന്ന് ഇതാ ഞാൻ അജ്മിപ്പൊടീൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് പുതിർത്തി വെക്കാണ്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ബാജിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രണ്ടും ഒരു കോംബോ ഒന്നല്ല, പക്ഷേ കോംബോ ആക്കി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നിമിഷാൻ്റെ പെങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ്, പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും. ഈ അജ്മിപ്പൊടിക്കാണ് കേട്ടോ, ഈ അജ്മിപ്പൊടീൻ്റെ പുട്ടിനാണ് ടേസ്റ്റ്, ബാക്കി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഇവിടെ നേരത്തെ പോണ ആൾക്ക് പെരുന്നാൾ സീസൺ ആണല്ലോ, അപ്പോൾ എന്താണെന്ന് വിചാരിക്കും, റെഡിമെയ്ഡ് ഷോപ്പിലാണല്ലോ ആൾ, അതുകൊണ്ട് വേഗം പോവാണ്. അപ്പോൾ ചോറും ചായയും എല്ലാം ഉണ്ടാക്കണം. നേരത്തെ ആദ്യത്തെ പോലെ ഒന്നും ഉറങ്ങി എണീറ്റാൽ ശരിയാവില്ല. ഇവിടെ മക്കൾക്ക് ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. അവർക്ക് ഓഗസ്റ്റ് ജൂലൈ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഡേറ്റ്. അപ്പോൾ അങ്ങനെ അതാ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ജിൻഷാക്ക് ടൗണിലത്തെ ആ ഭക്ഷണം ഇതുപോലെ ചോറൊക്കെ ഭയങ്കര വേവാത്തതാണല്ലോ, അപ്പോൾ ഇവിടെ കുറച്ച് വേവണം. അപ്പോൾ അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ വേഗം ഉണ്ടാക്കിയാൽ എൻ്റെ പണിയും കഴിയുമല്ലോ. ഇവിടെ മക്കൾക്ക് ഇവർക്ക് ചോറ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുത്തത്, പിന്നെ ഒരു 7ാം ക്ലാസ് തൊട്ടിട്ട് അവർ കൊണ്ടുപോവേയില്ല. എന്ത് പറഞ്ഞാലും അവർ ഈ ചോറ് അങ്ങനെയുള്ള ഒന്നും കൊണ്ടുപോയില്ല. വേണമെങ്കിൽ മോള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പത്തിരീൻ്റെ ഒക്കെ കൊണ്ടുപോകും എന്നല്ലാതെ ഇങ്ങനെ ചോറൊന്നും ആക്കി കൊടുത്താലൊന്നും കഴിക്കില്ല, കൊണ്ടുപോകില്ല. രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്കിതാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ ഇടിയിക്കുന്ന കുറച്ച് പണിയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഒരടുപ്പത്ത് എൻ്റെ പുട്ടാവുന്നുണ്ട്, അപ്പുറത്ത് തക്കാളിക്കറി ആവുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് വേഗം സെക്ഷനാക്കി നടക്കുകയാണ്. 8:30 ആയിട്ടുള്ളൂ, മീൻകാരനൊന്നും വന്നിട്ടില്ല. അപ്പം ഇവിടെ നിർബന്ധമൊന്നുമില്ല, നിമിഷം നിർബന്ധമില്ല കേട്ടോ, മീനൊന്നും വേണമെന്നില്ല. അവർക്ക് ഇതാ ഒരു ഓംലേറ്റ് ഉണ്ടായാൽ മതി, പിന്നെ അതുപോലെ ഒരു ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. ഞാനാണ് മീനില്ലാതെ കഴിക്കാത്ത ആൾ. എനിക്ക് മീനിൻ്റെ ഒരു അംശമില്ലാതെ, മീനിൻ്റെ വെള്ളം എന്നറിയില്ല എങ്ങനെയൊക്കെ പറയില്ലേ, മീനിൻ്റെ കറി അതുവരെ അത് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവണം, എന്നാലേ എനിക്ക് ഭക്ഷണം ഇറങ്ങുള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെയൊന്നും കഴിച്ചാലൊന്നും എനിക്ക് പോലും. അതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം മീൻ നൊണിച്ചിയാണ് ഞാനെന്നുള്ളത്. അങ്ങനെ അത് അവരെ വേഗം പറഞ്ഞേക്കട്ടെ. അപ്പം പാത്രങ്ങളൊക്കെ അപ്പം കഴുകണതിനോണ്ട് ആ പരിപാടിയൊന്നുമില്ല. ഈ നെല്ലം തുടയ്ക്കാനേ ഉള്ളൂ ക്ലീനൊക്കെ. അടുക്കള പൊളുക്കി ക്ലീനാക്കിക്കൊണ്ടേ ഇരിക്കണം, അങ്ങനൊരു ശീലമുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ അവിടെ കഴിയട്ടെ. എന്തായാലും ഞാൻ വേഗം ഞാനൊന്ന് പറഞ്ഞയച്ചാൽ കേട്ടോ. കവറിലാക്കി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു സ്കൂൾ കുട്ടികൾ അങ്ങനത്തെ ഒരു കിറ്റ് വാങ്ങിക്കോളി, എന്നാൽ അവിടെ വെക്കാലോ, മുന്നിൽ തൂക്കിയിടാലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടാണ് കൊടുത്തിട്ടോ. കവറിലൊക്കെ തൂക്കിയിട്ടിട്ട് കളിയാക്കി ചിരിക്കുന്നു. അപ്പം പിന്നെ ഇതാ ഞാൻ ഇവിടെ മ്യൂസിക്കൊക്കെ കൊടുത്തിരുന്നു. അപ്പം നല്ല കോപ്പിറൈറ്റ് ഇട്ടിട്ട് പിന്നെ ഞാനിവിടെ ഒരു വോയിസ് പറയേണ്ടി വന്നതാണിത്. രണ്ടാളും നല്ല ഉറക്കമാണ്. ഞാൻ മുകളിലേക്ക് പോട്ടെ. അപ്പം പിന്നെ സ്കൂൾ തുറന്നാൽ ഇനിയിപ്പോൾ കിടക്കാനൊന്നും പറ്റൂലല്ലോ, അപ്പോൾ ഒന്നിച്ച് കിടന്നോട്ടെ എന്ന്. രണ്ടാളും ഇനി ഒരുപാട് നേരം വേഗം ഉറങ്ങാൻ. കഥ പറഞ്ഞ് എപ്പോഴാണ് ഉറങ്ങുക. അപ്പം എനിക്കിതാ ഒരുപാട് ക്ലീനിങ് ഉണ്ട് കേട്ടോ, അതൊക്കെ ചെയ്ത് തീർക്കണം. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കഞ്ഞിവെള്ളം ഉണ്ട് അതിന് എടുത്ത് വെച്ച് ഇവിടെ ഒലവ അരക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ച മൂരി എന്നാണോ കാളാണോ എന്നറിയില്ല, അതിൻ്റെ പുറത്ത് കുറേ ഇങ്ങനെ കൂന് പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്ത്, കാളനാണെന്ന് തോന്നുന്നു, നോക്കി ഇനി കാണിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാനത് ചെയ്ത് പിന്നെ ഞാനിതാ ചൂല് കണ്ടപ്പോൾ എനിക്കൊരു, എൻ്റെ ചൂലല്ല അടുത്തുള്ളവരതാണ്, ഒരുപാട് പൂതി ഇങ്ങനെ. എനിക്ക് പുറം വേദനയായിട്ട് അടിച്ചു വാരില്ല, ഒരു വർഷത്തായി അടിച്ചു വാരിയിട്ട് മുറ്റൊക്കെ. അപ്പോൾ ഒന്ന് അടിച്ചു വാരിയൊക്കെയാണ്. പുറം വേദന ഊരവേദന ഒക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പരിപാടിക്കൊന്നും നിൽക്കാത്തത്. പിന്നെ മുകളിലായതുകൊണ്ട് ഇങ്ങനത്തെ റിസ്ക് ഒന്നുമില്ല. താഴത്തെ എത്താത്താണ് എപ്പോഴും അടിക്കൽ. അപ്പോൾ ഞാനൊന്ന് എടുത്ത് അടിച്ചു തരാട്, എന്താവോ എന്തോ എനിക്കറിയില്ല. ടിക്കപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണല്ലോ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.